അന്ന് കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 29, 2026 വൈകുന്നേരം ഒരു 5-5:30 ടൈമൊക്കെ ആയിട്ടുണ്ടാവും. കർണാടകയിലെ ബാംഗ്ലൂരിനടുത്തുള്ള തിലക് നഗർ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ട് ഒരു യുവാവ് നടന്നു വരികയായിരുന്നു. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 വയസ്സോളം പ്രായം വരും. ആ ഒരു പയ്യൻ നേരെ ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറിയിട്ട് ആദ്യം കണ്ട പോലീസുകാരനോട് തനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കാണ്ട് എന്ന് പറയുകയായിരുന്നു. ആ പയ്യൻ അകപ്പാടെ വിറക്കുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു പാനിക്കിലായിരുന്നു ആ പയ്യൻ ഉണ്ടായത്. ഉടനെ തന്നെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ ആ പയ്യനെ കൊണ്ട് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് കംപ്ലൈൻറ്റ് എന്ന് ചോദിച്ചപ്പോൾ ആ പയ്യനെ പെട്ടെന്നുകൊണ്ട് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു, സമാധാനപ്പെടി, ഇരുന്ന് സമാധാനത്തിൽ പറ, എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പയ്യൻ അവിടെ ഇരുന്നു. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും മിസ്സിങ് ആണെന്നുള്ളത്. അതായത് തൻ്റെ അച്ഛനെയും അമ്മയെയും സിസ്റ്ററിനെയും കാണാനില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു ആ പയ്യൻ ആ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞത്. അങ്ങനെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഈ ഒരു പയ്യൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പയ്യൻ്റെ ഫാമിലി താമസിച്ചിരുന്നത് വിജയനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. ഈ പയ്യന് തിലക് നഗറിൽ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം തിലക് നഗറിലോട്ട് ഈ പയ്യൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പയ്യനെ കാണുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടെ ഒരു ജയദേവ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആളവിടെ കാണിക്കാനുണ്ടായിരുന്നു. 2 കാര്യത്തിനും കൂടിയിട്ടായിരുന്നു ആ ഒരു ഫാമിലി അങ്ങോട്ട് എത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അച്ഛനെ അഡ്മിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ വിളിക്കുക, അപ്പോൾ നീ അങ്ങോട്ട് വന്നാൽ മതി, എല്ലാന്നുണ്ടെങ്കിലും ഇവിടുത്തെ ടെസ്റ്റുകളും ഡോക്ടറെ കാണലൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ അടുത്തോട്ട് വരാമെന്നുള്ളൊരു കാര്യം ഓൾറെഡി ഫാമിലി മെമ്പേഴ്സ് ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് നേരമേറെ വൈകിയിട്ടും പാരൻസിൻ്റെ അടുത്തുനിന്നും സിസ്റ്ററിൻ്റെ അടുത്തുനിന്നും കോളുകളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. അപ്പോൾ ഈ ഒരു പയ്യൻ തിരിച്ചു വിളിച്ച് നോക്കുകയാണ്. പക്ഷേ ആ ഒരു സമയത്ത് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്താണ് എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു തോട്ടായിരുന്നു ആദ്യം ആ ഒരു പയ്യന് വന്നത്. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തിരക്കിലായിരിക്കും. പിന്നെ ട്രാവൽ ചെയ്തൊക്കെ വന്നാലേ ചാർജ് ഫോണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഇതൊക്കെ കഴിഞ്ഞ് ചാർജ് ചെയ്ത് തന്നെ വിളിക്കായിരിക്കും എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആ ഒരു പയ്യൻ ഇരുന്നിട്ടുണ്ടായത്. എന്നാൽ പിന്നെയും നേരം വൈകിട്ടും പാരൻസിൻ്റെ ഭാഗത്തുനിന്നും സിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു കോളും ഒരു അപ്ഡേറ്റും ഉണ്ടായില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടായി നാട്ടിലോട്ട് തിരിച്ചു പോയോ എന്നുള്ളൊരു രീതിയിലും ആ ഒരു പയ്യൻ ചിന്തിക്കുകയാണ്. അതറിയുന്നതിന് വേണ്ടിയിട്ട് നൈബേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ചെയ്തു. എന്നാൽ അവരവിടെ ചെന്ന് നോക്കിയിട്ട് ആ വീട്ടിൽ ആരുമില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു ഈ പയ്യൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്. കരഞ്ഞുകൊണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ പയ്യൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ പയ്യനെ സമാധാനിപ്പിച്ചു, നീ കരയാണ്ടിരിക്കുക, വിഷമിക്കണ്ട, എന്താണെന്നുണ്ടെങ്കിലും നിന്റെ പാരൻസിനെയും പെങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാം, നീ എന്തായാലും വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യം ആൾ പറയാണ്. അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അക്ഷയ് എന്നായിരുന്നു ഈ ഒരു പയ്യൻ്റെ പേര്. 27 വയസ്സായിരുന്നു ആളുടെ പ്രായം. ഭീംരാജ് എന്നായിരുന്നു കേട്ടോ ആളുടെ അച്ഛൻ്റെ പേര്. ജയലക്ഷ്മി എന്നായിരുന്നു അമ്മയുടെ പേര്. അമൃത എന്നായിരുന്നു ആളുടെ സിസ്റ്ററിൻ്റെ പേര്. സിസ്റ്റർ ആ സമയത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തതായിട്ട് പോലീസുകാർ ആ പയ്യൻ്റെ അടുത്ത് മിസ്സിംഗ് ആയിട്ടുള്ള ആളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആ പയ്യൻ ഫോട്ടോസൊക്കെ കൊടുത്തു. അത് ആ ഒരു ഏരിയയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലോട്ടും പോലീസുകാർ അയക്കുകയാണ്. ഈ 3 പേരെ കാണാനില്ല, അപ്പോൾ എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു തിലക് നഗറിലുള്ള പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ കേസ് എടുത്തിട്ട് ആ ഒരു കുടുംബത്തെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. യഥാർത്ഥത്തിൽ ആ ഒരു ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത്, അവർ എങ്ങോട്ടാണ് പോയത്, പോലീസുകാർ അവരെ കണ്ടെത്തിയോ ഇല്ലയോ, എങ്ങനെയാണ് ഈ ഒരു കേസ് പോലീസുകാർ അന്വേഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാർ ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്തത് അക്ഷയിൽ നിന്ന് തന്നെയായിരുന്നു. അവർ ആദ്യം തന്നെ ചോദിച്ചത് നിന്റെ പാരൻസ് ഇങ്ങോട്ട് തന്നെയാണോ വന്നതെന്നുള്ളതായിരുന്നു. അതായത് ഈ ഒരു ജയദേവ് ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നോ, വന്നതിന് ശേഷം നിന്നെ വിളിച്ചോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ പയ്യൻ 2-3 ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണ്. അത് ആ ഹോസ്പിറ്റലിൻ്റെ ഫോട്ടോസ്, അതേപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഒരു 3-4 സെക്കൻഡിൻ്റെ ഒരു ക്ലിപ്പിംഗ് ആയിരുന്നു. ഈ ഫോട്ടോ ആ ഒരു ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം തൻ്റെ സിസ്റ്റർ തനിക്ക് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്ത് തന്നതാണ് എന്നുള്ള രീതിയിലായിരുന്നു പോലീസുകാർക്ക് ആ ഫോട്ടോസും വീഡിയോയും കാണിച്ചു കൊടുത്തത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, ഇത് ഹോസ്പിറ്റലിൻ്റെ ഫോട്ടോയും വീഡിയോ മാത്രമല്ലേ ഉള്ളൂ, നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ ഇതിലില്ലല്ലോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഈ പയ്യൻ പറഞ്ഞൊരു മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനല്ലേ സാറേ വന്നത്, അല്ലാണ്ട് വേറെ കാര്യത്തിനൊന്നുമല്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തിയെന്നറിയുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്റർ ഫോട്ടോസ് എടുത്ത് അയച്ചു തന്നതാണെന്നുള്ളതായിരുന്നു ആ യുവാവിൻ്റെ മറുപടി. അപ്പോൾ പോലീസുകാർ അടുത്തതായിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിന്റെ വീട്ടുകാർ നിന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടാവും, അവിടെ ഒന്ന് പോയി നോക്കാനായിരുന്നു. അങ്ങനെ ഈ പയ്യൻ ആ ഒരു വീടിൻ്റെ അവിടോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ താനില്ലാത്ത സമയത്ത് ഇവിടെ ആരെങ്കിലും വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അന്വേഷിക്കുകയാണ്. എന്നാൽ അത്തരത്തിൽ ആരും തന്നെ അന്നത്തെ ദിവസവും തലേ ദിവസവും ഒന്നും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് ഈ ഒരു ജയദേവ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് അന്വേഷിക്കാനായിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഒരു പയ്യനെയും കൊണ്ട് നേരെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് പോലീസുകാരെത്തുകയാണ്. അവരവിടുത്തെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഭീംരാജ് എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം OP-യിലെങ്ങാനും അങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നോ, വല്ല ടെസ്റ്റുകളെങ്ങാനും ചെയ്തിട്ടുണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോക്കിയപ്പോൾ അത്തരത്തിലുള്ളൊരു പേഷ്യൻറ്റ് കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ പോലീസുകാർക്ക് പിന്നെയും ആകെ സംശയമായി. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ അവരെത്തിയതിൻ്റെ തെളിവായിട്ട് ആ ഫോട്ടോസും വീഡിയോസും ഉണ്ട്, എന്നാൽ ഒരു OP ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണുന്നതിന് മുൻപ്, അതായത് ആ ഒരു OP ടിക്കറ്റ് എടുക്കുന്നതിന് മുൻപായിരിക്കാം ഇവരെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ ഭീംരാജ് ചികിത്സ തേടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പോലീസിന് ഉറപ്പായി. ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഏതെങ്കിലും വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ പയ്യൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഈ പയ്യനെ കാണാതെ തിരിച്ച് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ടാവോ എന്നുള്ളൊരു തോട്ടിൽ പോലീസുകാർ ആ ഒരു പയ്യൻ്റെ അടുത്ത് നൈബേഴ്സിനെ വീണ്ടും വിളിച്ചു നോക്കാനായിട്ട് പറയാണ്. ആ പയ്യൻ വീണ്ടും നൈബേഴ്സിനെ വിളിച്ചു നോക്കാണ്, എന്നാൽ അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ അക്ഷയും അതുപോലെ തന്നെ പോലീസുകാരും അക്ഷയുടെ പാരൻസിന്റെ നമ്പറിലോട്ടും സിസ്റ്ററിന്റെ നമ്പറിലോട്ടും ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, എപ്പോഴെങ്കിലും ഫോൺ സ്വിച്ച് ഓൺ ആകുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഫോൺ സ്വിച്ച് ഓൺ ആകുന്നുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നൈബറിന്റെ നമ്പർ അക്ഷയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ആ നൈബറിനെ വിളിച്ചു. എന്നിട്ട് ഭീംരാജിനെ കണ്ടോ, ആൾ എവിടോട്ടാണ് പോയതെന്നുള്ളതിനെ കുറിച്ച് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു നൈബർ പറഞ്ഞു, 3 ദിവസം മുൻപാണ് ഞാൻ ഭീംരാജിനെ കണ്ടത്, അപ്പോൾ മകൻ്റെ അടുത്തോട്ട് പോകണം എന്നുള്ളൊരു കാര്യം ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു നൈബർ പറഞ്ഞത്. ഇതൊക്കെ കൂടെ പോലീസിന് വീണ്ടും കൺഫ്യൂഷനായി. അതായത് തലേ ദിവസമാണ് തൻ്റെ പാരൻസ് തന്നെ കാണാനായിട്ട് വന്നത് എന്നുള്ളൊരു രീതിയിലുള്ളൊരു കംപ്ലൈൻ്റ് ആയിരുന്നു അക്ഷയ് കൊടുത്തത്. എന്നാൽ ആ ഒരു നൈബർ പറഞ്ഞതിനനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ദിവസങ്ങൾക്ക് മുൻപാണ് ആൾ അവസാനമായിട്ട് ഭീംരാജിനെ കണ്ടതും ആ സമയത്ത് തന്നെ മകനെ കാണാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും തമ്മിൽ മാച്ച് ആകുന്നില്ലല്ലോ. സോ തിലക് നഗർ പോലീസ് സ്റ്റേഷനിലത്തെ ടീം ആ നാട്ടിലത്തെ പോലീസുകാരെ കോൺടാക്ട് ചെയ്യായിരുന്നു. എന്നിട്ട് നേരിട്ട് അവിടെ ചെന്ന് അന്വേഷിക്കാനായിട്ട് പറഞ്ഞു. അവിടുത്തെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ആ ഒരു നൈബറുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു നൈബർ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അവസാനമായിട്ട് ആളെ കണ്ടത് 3 ദിവസം മുൻപാണ്, പക്ഷേ എൻ്റെ വൈഫ് ആളുടെ മകളെ ഈ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം കണ്ടിട്ടുണ്ടായിരുന്നു. ആളന്നത്തെ ദിവസം രാവിലെ ആയിരുന്നു കേട്ടോ ഈ ഒരു ഭീംരാജിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ എപ്പോഴാണ് പോയതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും മകൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു രീതിയിൽ ആൾ പറയുകയായിരുന്നു. ആ ഒരു മറുപടി വീണ്ടും പോലീസിന് കൺഫ്യൂസിങ് ആവുകയാണ്. കാരണം കറക്റ്റായിട്ട് ഏതൊരു സമയത്താണ് ഭീംരാജും കുടുംബവും വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് പിൻ പോയിന്റ് ചെയ്യാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അടുത്തതായിട്ട് പോലീസുകാർ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരേ കുടുംബത്തിലെ 3 ആളുകളെ ഒരുമിച്ച് കാണാതായതാണ്. ഇനി ആകപ്പാട് ആ കുടുംബത്തിൽ ബാക്കിയുള്ളത് അക്ഷയാണ്. ഈ കുടുംബത്തിനോട് എന്തെങ്കിലും വൈരാഗ്യമോ പകയുള്ള ആളുകളാണ് ഈ ഒരു കിഡ്നാപ്പിങ്ങിന്റെ പിന്നിലെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് അവർ അക്ഷയം കിഡ്നാപ്പ് ചെയ്യുന്നുള്ളതിൽ വലിയ സംശയമൊന്നുമില്ല, അതിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം അക്ഷയുടെ അടുത്ത് പോലീസുകാർ പറയാണ്, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കോൺസ്റ്റബിളിനെ വിട്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ അക്ഷയുടെ കൂടെ ഒരു കോൺസ്റ്റബിൾ പോവാണ്. അതിനുശേഷം അക്ഷയ്ക്ക് അവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നല്ലോ, അങ്ങോട്ട് ഇവർ രണ്ടുപേരും കൂടെ പോവാണ്. അവിടുത്തെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അക്ഷയും ആ ഒരു കോൺസ്റ്റബിളും നേരെ ആൾ താമസിക്കുന്ന വീട്ടിലോട്ട് എത്തുകയും ചെയ്തു. അന്നത്തെ ദിവസം അവർ രണ്ടുപേരും അവിടെയാണ് കേട്ടോ കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ ഈ ഒരു കോൺസ്റ്റബിൾ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അക്ഷയ് ഓൾറെഡി അടുക്കളയിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആളും കഴിച്ചു, അതേപോലെ തന്നെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൊടുത്തു. അതിനുശേഷം ഇവർ രണ്ടുപേരും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് തിരിച്ചെത്തുകയായിരുന്നു. അവരെത്തിയ സമയത്ത് ഇൻസ്പെക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേനും ഇൻസ്പെക്ടർ വന്നു. ഇൻസ്പെക്ടർ അക്ഷയനകത്തോട്ട് വിളിപ്പിച്ചു. ഈ ഒരു കേസിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങോട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അക്ഷയുടെ ഫോൺ റിങ് ചെയ്യാണ്. ആ ഒരു റിങ് കേട്ട ഉടനെ തന്നെ ഇൻസ്പെക്ടറുടെ മുറിയുടെ പുറത്തുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ ഓടി ഇൻസ്പെക്ടറുടെ റൂമിലോട്ട് കയറുകയാണ്. അപ്പോൾ എന്താണ് ഇത്ര ധൃതിയിൽ വരുന്നത് എന്നുള്ളൊരു കാര്യം ഇൻസ്പെക്ടർ ആ ഒരു കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആ കോൺസ്റ്റബിൾ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അക്ഷയുടെ ബോഡി ഗാർഡായിട്ട് പോയിട്ടുള്ള അതേ ആൾ തന്നെയായിരുന്നു. അപ്പോൾ ആള് നൈസായിട്ട് ഇൻസ്പെക്ടറുടെ അടുത്ത് വന്നിങ്ങനെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇൻസ്പെക്ടർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എന്നിട്ട് റീഡയൽ ചെയ്തു. റീഡയൽ ചെയ്തപ്പോൾ വീണ്ടും അക്ഷയുടെ ഫോൺ ബെല്ലടിക്കുകയായിരുന്നു. അപ്പോൾ അക്ഷയുടെ അടുത്ത് പറഞ്ഞു, ഫോൺ എടുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഫോൺ നൈസായിട്ട് പുറത്തോട്ട് എടുത്തു. എന്നിട്ട് അക്ഷയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ വാങ്ങുകയും ചെയ്തു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ആ ഫോൺ കൊടുക്കുന്ന സമയത്ത് അക്ഷയുടെ മുഖത്തുള്ള ഭയം ഭയങ്കര വിസിബിൾ ആയിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺസ്റ്റബിൾ കോൾ ചെയ്തത് അക്ഷയുടെ സിസ്റ്ററിൻ്റെ നമ്പറിലോട്ടായിരുന്നു. ആ നമ്പറായിരുന്നു അക്ഷയുടെ പോക്കറ്റിൽ നിന്ന് അടിച്ചത്. അപ്പോൾ എന്താണ് നിന്റെ സിസ്റ്ററിൻ്റെ നമ്പർ നിന്റെ കയ്യിൽ എന്നുള്ളൊരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ അക്ഷയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അക്ഷയ് ഉരുണ്ട് കളിക്കാനായിട്ട് തുടങ്ങി. അതായത് ഏകദേശം ഒരാഴ്ച മുൻപ് ഞാൻ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു സെക്കൻഡറി സിമ്മിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ എനിക്ക് അവളുടെ സിമ്മ് തന്നതാണ് എന്നുള്ളതായിരുന്നു ആളുടെ മറുപടി. വീട്ടുകാരെ കാണാനില്ലാത്തതിൻ്റെ ആ ഒരു സ്ട്രെസ്സിലും ടെൻഷനിലും താൻ ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണെന്നുള്ള ഒരു രീതിയിലായിരുന്നു ഈ അക്ഷയ് പോലീസിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്. അതിനുശേഷം പോലീസുകാർ വീണ്ടും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഈ പയ്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോഴൊക്കെ ആ ഒരു പയ്യൻ പരസ്പര വിരുദ്ധമായിട്ടായിരുന്നു മറുപടി പറയുന്നുണ്ടായത്. അതേപോലെ തന്നെ ആ ഒരു പയ്യൻ പറയുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരുണ്ട് എന്നുള്ളത് ആ പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്ത പോലീസിന് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്തു.
അപ്പോൾ ആ ഒരു പയ്യൻ വീണ്ടും വീണ്ടും ഈ പറഞ്ഞ കഥ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ കൂടുതലൊന്നും പറയില്ല എന്നുള്ളത് പോലീസിന് മനസ്സിലായി. അടുത്തതായിട്ട് പോലീസ് സ്റ്റൈലിൽ അവർ ഈ ഒരു പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് കുറേ കാര്യങ്ങൾ ഈ ഒരു പയ്യൻ പറയുന്നത്. അതേ സാറേ, തൻ്റെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയത് താൻ തന്നെയാണ് എന്നുള്ളൊരു കാര്യം ആ ഒരു പയ്യൻ സമ്മതിക്കുകയായിരുന്നു. അത് കേട്ട് പോലീസുകാർ തന്നെ ഞെട്ടിത്തരിച്ചു പോവുകയായിരുന്നു. പോലീസുകാർ തിരിച്ചു ചോദിച്ചത്, നിന്റെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് അവരെ കാണാത്തതിൽ ആ ഒരു വിഷമം അഭിനയിച്ച് ഞങ്ങളുടെ കൂടെ നടന്ന് അവരന്വേഷിക്കുന്നത് പോലെ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കണ്ടുപിടിക്കില്ല എന്നാണോ നീ കരുതിയത് എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. അതേപോലെ തന്നെ ഈ പയ്യന്റെ കുടുംബക്കാരുടെ തിരോധാനവുമായിട്ട് ഈ പയ്യൻ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ആ കോൺസ്റ്റബിളെ ഇൻസ്പെക്ടർ ആളുടെ കൂടെ അയച്ചിട്ടുണ്ടായത്. അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ആ പയ്യൻ്റെ അടുത്ത് പോലീസുകാർ പറയുകയാണ്. അപ്പോഴാണ് ആ പയ്യൻ ഒരു സ്റ്റോറി പറയുന്നത്. തൻ്റെ സിസ്റ്ററിന് ഒരു അഫയർ ഉണ്ടായിരുന്നെന്നും ആ പയ്യൻ വേറെ കാസ്റ്റിൽപ്പെട്ട ആളായിരുന്നെന്നും അതിനുശേഷം തൻ്റെ സിസ്റ്റർ പ്രഗ്നൻ്റ് ആയെന്നും അങ്ങനെയാണ് താൻ തൻ്റെ സിസ്റ്ററിനെ കൊന്നത്. പിന്നീട് അത് പാരൻസ് അറിഞ്ഞപ്പോൾ അവരിന് ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ജയിലിൽ പോകേണ്ടി വരുമോ എന്നുള്ളൊരു തോട്ടിൽ തൻ്റെ പാരൻസിനെയും താൻ ഇല്ലാതാക്കി എന്നുള്ളൊരു സ്റ്റോറി ആയിരുന്നു ഈ പയ്യൻ ആദ്യം തന്നെ പറഞ്ഞത്. എന്നാൽ അത് പോലീസിന് അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നിയില്ല. പോലീസുകാർ പിന്നെയും ആ ഒരു പയ്യനെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് നടന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നുള്ളതിനെ കുറിച്ച് ഇങ്ങോട്ട് പോലീസിൻ്റെ അടുത്ത് ആ പയ്യൻ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ്. കുറച്ച് ബിസിനസ്സുകൾ കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ അച്ഛന്. ഇപ്പോൾ ഒരു റിട്ടയർ ആയിട്ട് നല്ല സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ആൾ നയിക്കുന്നുണ്ടായത്. വിജയനഗറിലെ കോട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വാടക വീട്ടിലായിരുന്നു അവരുടെ ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നത്. അതായത് അച്ഛനും അമ്മയും പെങ്ങളും. ഈ പയ്യൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് തിലക് നഗറുമായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം സ്വത്തൊക്കെ ഉള്ള ആളുകൾ തന്നെയായിരുന്നു അവര്. പിന്നെ ആ ഒരു പയ്യന്റെ ബിസിനസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ നല്ല നിലയിലൊന്നും ആയിരുന്നില്ല ആ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. ആകെപ്പാടെ പൈസ ഒക്കെ ലോസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു ബിസിനസ്സിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ആ പയ്യൻ്റെ കാര്യങ്ങളൊക്കെ ആ പയ്യൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നിരുന്നത്. അതായത് ബിസിനസ് ഏകദേശം പൊട്ടി എന്നുള്ളൊരു സിറ്റുവേഷനിൽ തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ അടുത്തതായിട്ട് പുതിയൊരു ബിസിനസ് തുടങ്ങാനായിരുന്നു ഈ പയ്യൻ്റെ പ്ലാൻ. അതിനായിട്ട് ഏകദേശം ഒരു 1 കോടി രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ബിംരാജിൻ്റെ അടുത്ത് അക്ഷയ് ആ ഒരു 1 കോടി രൂപ തരാനായിട്ട് പറഞ്ഞു. ബിംരാജ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ടായിരുന്നു ആളുടെ. അതിൻ്റെ ഒരു 1.3 CR ആളുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു പൈസ തരാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അച്ഛൻ തീർത്ത് പറയായിരുന്നു. നിൻ്റെ സിസ്റ്ററിൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്, അതേപോലെ തന്നെ അവളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസയിൽ നിന്നൊരു എമൗണ്ട് ഞാൻ നിനക്ക് തരാം. എന്തായാലും 1 കോടി രൂപ ഒന്നും എന്തായാലും എനിക്ക് തരാനായിട്ട് പറ്റില്ല. നീ എന്തായാലും കുറച്ച് സമാധാനപ്പെടുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു ആൾ മകനെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായത്. അതിന് ഈ ഒരു പയ്യൻ ഓക്കെ പറയാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പൈസയുടെ കാര്യം അച്ഛനെ ആൾ ഓർമ്മിപ്പിക്കാറും ഉണ്ടായിരുന്നു. വീട്ടിൽ വരുന്ന സമയത്തൊക്കെ, വീട്ടിൽ വന്നിങ്ങേരി പോകുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ടായിരുന്നു കേട്ടോ തിരിച്ച് തിലക് നഗറിലോട്ട് ഈ പയ്യൻ പോകാറുണ്ടായിരുന്നത്. ആളുടെ വട്ടച്ചിലവിനുള്ള പൈസ. കാര്യം അവിടെ ബിസിനസ്സൊക്കെ നടത്തായിരുന്നുണ്ടായിരുന്നെങ്കിലും ബിസിനസ്സൊക്കെ വൻ നഷ്ടത്തിലായതുകൊണ്ട് സ്വന്തം ചിലവിനുള്ള പൈസ പോലും ആ ഒരു പയ്യൻ്റെ കയ്യിൽ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ജാനുവരി 25-ാം തീയതി ആ പയ്യൻ വീട്ടിലോട്ട് എത്തുന്നത്. ആ സമയത്ത് വന്ന ഉടനെ തന്നെ ഒരു പൈസയുടെ കാര്യം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ നീ വെയിറ്റ് ചെയ്യുന്നുള്ളൊരു പതിവ് മറുപടി തന്നെ പറയുകയാണ്. 27-ാം തീയതി 28-ാം തീയതി ഒക്കെ ആകുമ്പോൾ തിരിച്ച് നാട്ടിൽ നിന്ന് എന്താ പറയുക തിരിച്ച് ബിസിനസ് സ്ഥാപനമുള്ള ഒരു തിലക് നഗറിലോട്ട് പോകാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ആ പയ്യൻ നിൽക്കുന്നുണ്ടായത്. അങ്ങനെ 27-ാം തീയതിയായി തിലക് നഗറിലോട്ട് പോകുന്നതിന് മുൻപ് അച്ഛൻ്റെ അടുത്ത് വീണ്ടും ഈ ഒരു പൈസയുടെ കാര്യം ആ പയ്യൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ അച്ഛൻ വാ തുറക്കുന്നതിന് മുൻപ് തന്നെ അമ്മ ഇടയിൽ കയറിയായിരുന്നു. എന്നിട്ട് ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, എപ്പോൾ നോക്കിയാലും പൈസ 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 പൈസ, ഇത് മാത്രമേ ഉള്ളൂ നിനക്ക് പറയാൻ. നിന്നോട് എത്ര തവണ പറയണം വെയിറ്റ് ചെയ്യാനായിട്ട്, നിൻ്റെ അനിയത്തിയുടെ കല്യാണവും പഠിപ്പൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നിനക്കുള്ളത് തരാം. എല്ലാന്നുണ്ടെങ്കിൽ നിനക്കിപ്പോൾ എത്ര കടുണ്ട്, നീ എന്തോരം കടം വരുത്തി വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിലുള്ള കാശ് മുഴുവൻ നിന്റെ കടം തീർക്കാനും നിനക്ക് ബിസിനസ് ചെയ്യാനുള്ളതാണോ നിന്റെ വിചാരം? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അമ്മാകപ്പാടെ ചൂടാവാണ്. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇവനിനി അധികം പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ഇവൻ ഇപ്പം തന്നെ ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലക്ഷങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ആ ബിസിനസ് ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞായിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ നശിപ്പിച്ചിട്ടുള്ളത്. ഇനി നീ കറക്റ്റായിട്ട് എത്ര പൈസ നിനക്ക് കടമുണ്ട്, ആർക്കൊക്കെയാണ് എവിടൊക്കെയാണ് കൊടുക്കാനുള്ളത്, പിന്നെ അടുത്ത നിൻ്റെ ബിസിനസ്സിൻ്റെ പ്ലാൻ എന്താണ്, തുടങ്ങിയിട്ടുള്ളതൊക്കെ മര്യാദക്ക് പറയണം. അതൊക്കെ മര്യാദക്ക് പറഞ്ഞ് അത് ഞങ്ങൾക്കും കൂടെ ബോധ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ പൈസ തരുള്ളൂ എന്നുള്ളത് അമ്മ പറയുകയാണ്. അതേപോലെ തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി കറക്റ്റായിട്ട് ഇവൻ ഈ കാര്യങ്ങളൊന്നും പറയാതെ നിങ്ങൾ പൈസ കൊടുക്കരുത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുകയായിരുന്നു.
ഇതൊക്കെ പറഞ്ഞ് ആകപ്പാടെ ദേഷ്യപ്പെട്ടാണ് അമ്മ നേരെ അടുക്കളയിലോട്ട് പോയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആദ്യം നീ നിന്റെ കടങ്ങളൊക്കെ എത്ര ഉണ്ടെന്ന് പറ, കറക്റ്റായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യ് ആർക്കൊക്കെ എത്ര പൈസ കൊടുക്കാണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ നീ ഒരു പ്രൊജക്ട് പ്രപ്പോസൽ ഉണ്ടാക്ക്. എന്താണ് അടുത്തതായിട്ട് നീ ചെയ്യാൻ പോണ ബിസിനസ്, അതിന് എത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, അതേപോലെ തന്നെ ROI എപ്പോൾ കിട്ടും, അതേപോലെ എത്ര പെർസെൻറ്റേജ് മര്യാദക്ക് ബിസിനസ് റണ്ണായിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, തുടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് ഒരു റിപ്പോർട്ടായിട്ട് എൻ്റെ അടുത്ത് വരാനായിട്ട് പറയുകയാണ്. അപ്പം അക്ഷയ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, പ്രൊജക്ട് പ്രപ്പോസലൊക്കെ ഞാൻ വെക്കണോ, അതൊക്കെ ഞാൻ റെഡിയാക്കണോ എന്ന് ചോദിച്ചു. നീ റെഡിയാക്ക്, നമുക്ക് നോക്കാമെന്നുള്ളത് പറയാണ്. പിന്നെ ഇവർ തമ്മിൽ ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അമ്മ വീണ്ടും ഇതിൻ്റെ ഇടയിലോട്ട് കയറുകയാണ്. നിനക്കെന്താണ് പറ്റിയത്, പൈസ എന്നുള്ളൊരു ചിന്ത അല്ലാതെ വേറൊന്നുമില്ല എന്നുള്ളത് അമ്മ പറയുന്നതിൻ്റെ ഇടയിൽ അനിയത്തിയും കൂടെ വന്നു. ചേട്ടൻ എപ്പോഴും പൈസ എന്നുള്ളൊരു ചിന്തയുള്ളൂ, എന്നെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല, എൻ്റെ പഠിപ്പ് എങ്ങനെ നടക്കണ്, അതേപോലെ തന്നെ എൻ്റെ കല്യാണം ഇനി എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ചേട്ടന് യാതൊരു ടെൻഷനും ഇല്ല. ചേട്ടന് കുറേ പൈസ വേണം, ചേട്ടൻ്റെ കാര്യം നടക്കണം, അതല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ഇങ്ങോട്ട് യാതൊരു ചിന്തയില്ലാണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ ശരിയാവും എന്നുള്ളതൊക്കെ പറയണം. ഇതൊക്കെ കൂടെ ആയപ്പോൾ അച്ഛനും ആകെപ്പാടെ പ്രഷറായി. നീ എന്തായാലും പ്രപ്പോസലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി, എന്നിട്ട് പൈസ തരേണ്ടേ എന്നുള്ളത് ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. അതേപോലെ തന്നെ പെങ്ങളുടെ വഴിക്ക് പോവുകയും ചെയ്തു. അമ്മയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കിച്ചണിലോട്ട് പോവുകയും ചെയ്തു. ഇതൊക്കെ കേട്ടിട്ട് ആ ഒരു പയ്യൻ ആകെപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിലെത്തി നിൽക്കുകയായിരുന്നു. അതായത് തൻ്റെ വീട്ടിലുള്ള 3 പേരും താനൊരു കടത്തിൽ പെട്ട് നിൽക്കുകയാണ്, അതേപോലെ തന്നെ തൻ്റെ ബിസിനസ് ആകെ പൊട്ടി നിൽക്കുകയാണ് എന്നുള്ളത് അറിഞ്ഞിട്ടും തന്നെ സഹായിക്കുന്നില്ല എന്നുള്ളൊരു തോട്ടിലോട്ടായിരുന്നു ആ പയ്യൻ എത്തിയത്. അതിനുശേഷം ഹാളിലുള്ള ആ ഒരു സോഫയിൽ ആ പയ്യൻ ഇരിക്കുകയായിരുന്നു. കുറേ നേരം ആ സോഫയിലിരുന്നു. കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ തൻ്റെ അടുത്ത് വന്നിങ്ങേറ്റ് സമാധാനിപ്പിക്കും, എന്നിട്ട് എന്താ പറയുക കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുള്ളൊരു രീതിയിലായിരുന്നു ആ ഒരു പയ്യൻ ചിന്തിച്ചിട്ടുണ്ടായത്. എന്നാൽ അമ്മ അതിലും വലിയ ദേഷ്യത്തിലായിരുന്നു. ആ പയ്യനമ്മ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ കുറേ മണിക്കൂറുകൾ ആ ഒരു സോഫയിൽ ഇരുന്നിട്ട് പിന്നെ പതിയെ ആ പയ്യൻ ആ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് നേരെ അമ്മയുടെ അടുത്തോട്ട് പോയായിരുന്നു. അമ്മ എപ്പോഴും കിച്ചണിൽ പണിയിലായിരുന്നു. എന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ബാധ്യതകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞപ്പോൾ, നീ എത്ര പൈസ നശിപ്പിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ, ലക്ഷങ്ങളാണ് നീ കൊണ്ട് കളഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് വീണ്ടും അമ്മ ചീത്ത പറയായിരുന്നു. അതായത് അമ്മ തീരെ തണുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതുകൂടെ ആയപ്പോൾ ആ ഒരു ചെക്കൻ നേരെ ഫ്ലിപ്പ് ആവാണ്. ആ പയ്യൻ അവിടെ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അവിടെ പുറത്ത് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അലമാരുണ്ടായിരുന്നു. അത് തുറന്നിട്ട് ഒരു ആക്സ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അമ്മയറിയാതെ നേരെ അമ്മയുടെ ബാക്കിലോട്ട് എത്തുകയാണ്. എന്നിട്ട് ആ ഒരു ആക്സ് ഉപയോഗിച്ചിട്ട് അമ്മയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം കിച്ചണിലുണ്ടായിരുന്ന ആ ഒരു കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ദേഷ്യം തീരുന്നത് വരെ ആ കിച്ചൺ നൈഫ് ഉപയോഗിച്ച് അമ്മയെ ആ ഒരു പയ്യൻ കുത്തുകയായിരുന്നു. അതിനുശേഷം പിന്നെ ആ ഒരു പയ്യൻ അവിടെ നിന്ന് നേരെ എഴുന്നേറ്റു. എന്നിട്ട് റൂമിലൊക്കെ പോയി കുളിച്ച് ഫ്രഷായി വീണ്ടും ഹാളിൽ ആ ഒരു സോഫയിൽ വന്നിരുന്നു. എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തത് ആര് വരുന്നു എന്നുള്ളത് നോക്കിയിട്ടായിരുന്നു ആ പയ്യൻ അവിടെ ഇരുന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ പയ്യൻ്റെ അനിയത്തി വരികയാണ് കോളേജിൽ പോയിട്ട്. അനിയത്തി വന്നു. അപ്പോൾ ഈ പയ്യൻ ഡോറ് തുറന്നു. എന്നിട്ട് ഡോറിൻ്റെ ബാക്കിൽ ഒളിച്ചു നിന്നു. അനിയത്തി വന്ന അതേ സമയത്ത് അമ്മയെ എങ്ങനെയാണോ കൊലപ്പെടുത്തിയത് അതേപോലെ തന്നെ ആ ഒരു അനിയത്തിയെയും കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നെയും ആ ഒരു പയ്യൻ അവിടെ തന്നെ ഇരുന്നു, വെയിറ്റ് ചെയ്തു. പിന്നെ രാത്രി ഏകദേശം ഒരു 9 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ആ പയ്യൻ്റെ അച്ഛൻ വരുന്നത്. അച്ഛൻ വന്ന് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ മകൾ നിലത്ത് മരിച്ചെടുക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഇത് കണ്ട ആൾ ഷോക്കായി അന്താളിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ പയ്യൻ നേരെ അച്ഛനെയും അറ്റാക്കിയായിരുന്നു. അമ്മയും അനിയത്തെയും കൊന്ന അതേപോലെ തന്നെ അച്ഛനെയും ആ പയ്യൻ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ആ ഒരു പയ്യൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. ഇനിയിപ്പോൾ ബോഡി ഡിസ്പോസ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഒരു ബോഡി കിച്ചണോട് ചേർന്നിട്ട് അവിടെ ഒരു റൂമുണ്ട്. ആ റൂമിൽ തറ പൊളിച്ച് കുഴിച്ചിട്ട് ഡിസ്പോസ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു ആൾ എത്തിയിട്ടുണ്ടായത്. അതിന് വേണ്ടിയിട്ട് നേരെ പുറത്ത് പോയിട്ട് കോൺക്രീറ്റ് പൊളിക്കുന്ന ചെറിയ ഒരു ഹാൻഡ് മെഷീനില്ലേ, ആ മെഷീൻ വാടക എടുത്തുകൊണ്ട് വന്നിങ്ങേറ്റ് അവിടെ പൊളിക്കുകയാണ്. അതിനുശേഷം ആ ഒരു പയ്യൻ ഏകദേശം 10 അടി താഴ്ചയിൽ ഒരു കുഴി കുഴിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ 3 ബോഡിയും ആ ഒരു കുഴിയിലിട്ടതിന് ശേഷം കുഴി മൂടുകയായിരുന്നു. അതിനുശേഷം തിലക് നഗറിലോട്ട് ആ ഒരു പയ്യൻ പോവുകയാണ്. പിന്നീട് പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം ഒരു 5 മണി ടൈമിൽ പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്നിങ്ങേറ്റ് ഈ ഒരു അഭിനയ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുകയായിരുന്നു. ഈ ഒരു കഥ കേട്ട പോലീസുകാർ ആകെപ്പാടെ ഷോക്കായി പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും കൂളായിട്ട് ഇവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന് ആരെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പോലീസിന് തോന്നുകയാണ്. അങ്ങനെ ആ ഒരു പയ്യനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാണ്. നിനക്ക് ഇതിനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളൊരു രീതിയിലായിരുന്നു പോലീസുകാർ പിന്നീട് ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോഴാണ് ഈ പയ്യൻ്റെ മാമനായിട്ടുള്ള വസന്തകുമാർ എന്ന് പറയുന്ന ഒരാളുടെ ഹെൽപ്പ് കൂടെ ഈ ഒരു കേസിൽ ആ പയ്യനെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലാകുന്നത്.
അതായത് ഈ വസന്തകുമാറും ഈ ഭീംരാജിൻ്റെ ഫാമിലിയും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ ഈ പയ്യൻ 3 പേരെയും കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഈ വസന്തകുമാറിനെ വിളിക്കുന്നത്. ഈ ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യും, ഈ ഒരു കേസിൽ നിന്ന് എങ്ങനെ ഊരോന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അങ്കിളിനെ വിളിച്ചിട്ടുണ്ടായത്. ആൾക്ക് കിട്ടുന്ന കാശിൽ നിന്നൊരു ഷെയർ കൊടുക്കാം, അതേപോലെ തന്നെ പുതിയ തുടങ്ങുന്ന ബിസിനസ്സിൽ ഒരു ഷെയർ കൊടുക്കാം എന്നുള്ള കാര്യം മാമൻ്റെ അടുത്ത് പറയായിരുന്നു. അപ്പോൾ മാമൻ ഹെൽപ്പ് ചെയ്യാൻ നേറ്റു. അങ്ങനെ ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും പോലീസിൻ്റെ അടുത്ത് എങ്ങനെ കേസ് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മാമൻ മരുമോൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ ആ ഒരു കൊലപാതകങ്ങളുമായിട്ട് നേരിട്ട് വസന്തകുമാറിന് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളും മറ്റൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ്. ഈ കേസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് വിധി വരും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോറിയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ കഥയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.